ഹലോ, അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊരു സ്ഥലം വരെ പോകാൻ പോകുന്നത് വീടൊക്കെ പൂട്ടി ഇറങ്ങിയെടുക്കുക. കണ്ടോ, വീടൊക്കെ പൂട്ടി ഇറങ്ങുകയാണ് ആള്. എവിടേക്കൊക്കെ പോകണം? ഒരു സ്ഥലം വരെ പോവാ. അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാതെ പോകരുത് കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്യണം, മുന്നോട്ട് പോകണം ഞങ്ങൾക്ക്. പിന്നെന്താ, നമ്മളിന്ന് ഒരു ചെറിയൊരു യാത്ര വേറെ എങ്ങോട്ടും അല്ല കേട്ടോ. കുട്ടികൾ വന്ന പാടെ പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ വീടിന് ബാക്കിൽ മൊത്തം വയലാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ കുട്ടികൾ വന്ന പാടെ പറയണം കേട്ടോ, അങ്ങോട്ട് പോകണം. അന്നൊക്കെ നമ്മൾ വന്ന ടൈമിലൊക്കെ നല്ല കാട് പിടിച്ച് കിടക്കായിരുന്നു, പോകാനൊന്നും പറ്റില്ല. ഇപ്പോൾ പൈക്കളിനെയൊക്കെ കൊണ്ടുപോയിട്ട് കുറച്ച് വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾ കുറേ ദിവസമായി പറയുന്നു. അപ്പോൾ ഇക്കയും പറഞ്ഞു നമുക്ക് പോവാം, അവിടെ പോയി കാറ്റൊക്കെ കൊള്ളുമ്പോൾ നല്ല രസമുണ്ടാവും, പോവാം നമുക്ക് എന്ന് പറഞ്ഞു. ഇക്കാനെയും കൊണ്ട് പോവാൻ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം വഴി മോശമാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ ഇക്കാക്ക് ദേഷ്യം വന്നു. വേറെ ഒന്നുമല്ല, ഇക്കാനോട് ഞാൻ എന്ത് ചെയ്യണ്ട എന്ന് പറയുമ്പോൾ ഇക്കക്ക് ദേഷ്യം വരും. അപ്പോൾ ഇക്ക എന്നോട് പറയുന്ന മറുപടി, നീ അങ്ങനെ പറയുമ്പോഴാണ് ഞാനൊരു രോഗിയാണെന്ന് എനിക്ക് തോന്നണ് എന്നാണ് ഇക്ക എന്നോട് പറയുന്ന മറുപടി. അപ്പൊ ഇപ്പൊ ഞാൻ ആ പറച്ചിൽ നിർത്തി. ഇക്കാക്ക് എന്ത് പറ്റുന്നോ ഇക്ക ചെയ്യട്ടെ. അപ്പോൾ അതാണ് ഏറ്റവും നല്ല വഴി എന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം ഇക്കാടെ ഇഷ്ടത്തിന് കുറച്ചൊക്കെ വിടുമ്പോൾ ഇക്ക നല്ല ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, അങ്ങനെ പോണ്ട, ഇങ്ങനെ പോണ്ട എന്ന് പറയുമ്പോൾ ഇക്ക ആകെ ഡിപ്രഷനിലേക്കാണ് പോകുന്നത്. ടെൻഷൻ, സ്വയം ഇക്കാക്ക് എന്തോ അസുഖമാണെന്നുള്ള ഒരു ഫീലിങ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇപ്പൊ ഞാൻ അതൊക്കെ നിർത്തി. അപ്പൊ ഇക്കാക്ക് എന്താ പറയുന്ന അതിനനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകും. പിന്നെന്താ, ആ വഴിയൊക്കെ ഇറങ്ങുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികളാണെങ്കിൽ ഇവിടെ എത്തിയ സന്തോഷത്തില് മൊത്തം അവർ ഓടി. ഞാൻ ഇക്കാനോട് പിടിക്കാന്ന് പറഞ്ഞപ്പോൾ വേണ്ട വേണ്ട പിടിക്കൊന്നും വേണ്ട, ഞാൻ വരുന്നു പറയായിരുന്നു കേട്ടോ എന്നോട്. കുട്ടികൾക്ക് പിന്നെ ഭയങ്കര സന്തോഷം. ഇവിടെ നിന്ന് എനിക്ക് സമാധാനം ഇല്ലാതെ ഞാൻ പിടിച്ചിറക്കി. അപ്പോഴേക്കും ഫൈക്കുട്ടനെ ഓടി വന്നു. ഇപ്പൊ വീഴും, ഞാൻ പിടിക്കാന്ന് പറഞ്ഞിട്ട് ഓടി വന്നു ഫൈക്കുട്ടനെ. പിന്നെന്താ, നല്ലൊരു ചേഞ്ച് ആയിരുന്നു, നല്ലൊരു വൈകുന്നേരമായിരുന്നു. നമ്മള് കുട്ടികളെ പറയുന്നല്ലാതെ കൊണ്ടൊന്നും പോവില്ല. ഇക്ക കുറെ അങ്ങനെ ഇങ്ങനെ നടന്നു. അപ്പൊ അവിടെ നമ്മൾക്ക് പരിചയമുള്ളവരൊക്കെ വിറക് ഇങ്ങനെ വെട്ടുന്നുണ്ടായിരുന്നു. ഫൈക്കുട്ടൻ ഓടി ഓടി കളിച്ച് വയലിൽ നല്ല അവർക്ക് സന്തോഷമായി. എന്നും എന്നും വൈകുന്നേരം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ പറച്ചിലായിരുന്നു എന്നോട്. ഞാനാണ് എപ്പോഴും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുക, കാരണം വഴി ബുദ്ധിമുട്ട്, ഇക്കാക്ക് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഫൈമോൻ കണ്ടോ, നമ്മുടെ ചേച്ചിയുടെ കയ്യിൽ കുറച്ച് ഓല കിട്ടിയപ്പോൾ കൊണ്ടുവരുന്നത്. ഇമ്മാക്ക് തീ കത്തിക്കുന്നതിന് വിറകില്ലല്ലോ, ഞാൻ വിറക് കൊണ്ടുവന്നാണ് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ ഫൈക്കുട്ടൻ. ഇക്കാപ്പ അങ്ങനെ പോകുമ്പോൾ ഞാൻ ടെൻഷനായിട്ട് വേണ്ടൊക്കെ ഈ വഴി വേണ്ടെന്ന് പറഞ്ഞു. ഫൈമോൻ പെണങ്ങാണ് കേട്ടോ, പോണ്ട സമയമായി പോവാന്ന് പറഞ്ഞപ്പോൾ വേണ്ട വരില്ല എന്ന് പറഞ്ഞിട്ട് ആ വിറകിന്റെ മുകളിൽ തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും കുട്ടികൾ ഇങ്ങനെ കളിച്ചു, വയലിന്റെ ഓരത്തൊക്കെ പോയി. നമ്മൾ കണ്ടോ പാലക്കാടിന്റെ ഭംഗി കണ്ടോളൂ. പാലക്കാടല്ലാത്തവര് നമ്മളെ പിന്നെന്താ, അവരിങ്ങനെ കളിക്കാൻ വിളിക്കണേ ഇപ്പാനെ, ഓടി കളിക്കാന്ന് പറയണ ഇപ്പാനോട്. ഇപ്പാടെ അവസ്ഥ അവർക്ക് എന്താന്ന് ക്ലിയർ ആയിട്ട് അറിയില്ലല്ലോ. അപ്പൊ ഇക്ക പറഞ്ഞു ഓടി കളിക്കാനൊന്നും ഞാനില്ല, പറ്റുന്ന കളി ഞാൻ കൂടെ ഉണ്ടാവാ പറഞ്ഞുകൊണ്ട് അവരെ കുറച്ച് നേരം സന്തോഷപ്പെടുത്തി. അപ്പൊ അവര് ഹാപ്പിയായി, ഇപ്പൊ കൂടെ കളിച്ചു പറഞ്ഞിട്ട്. പിന്നെന്തൊക്കെയാ, വേറെ ഒന്നുമില്ല, നല്ലൊരു വൈകുന്നേരമായിരുന്നു നമ്മൾക്ക്. അങ്ങനെ അവര് കളിച്ചോണ്ടിരുന്നു. പിന്നെ ഞങ്ങള് 2-3 ഫോട്ടോസ് എടുത്തു. പിന്നെയും കുട്ടികൾ കളിക്കണ നേരെ ഇരുട്ടാവുന്നു, കണ്ടില്ലേ. അപ്പൊ ഫൈക്കുട്ടനോട് നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് വിളിക്കണം. അവന് കേൾക്കുന്നില്ല. ഫൈക്കുട്ടനെ വാശി, ഇവിടെ തന്നെ കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ വാശിയാണ്. അങ്ങനെ നമ്മളിതാ തിരിച്ചു പോവുകയാണ്, വീട്ടിലോട്ട് പോവുകയാണ്. സമയമായി, ഇനി നിന്നാ ശരിയാവില്ല. നമ്മൾ ബാക്കിൽ നല്ല കാട് പിടിച്ചൊരു തൊടിയുണ്ട് കേട്ടോ, അവിടെ പന്നിയൊക്കെ ഉണ്ടെന്നാ പറച്ചില്, നമ്മളിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ സമയം വൈകാൻ നിന്നില്ല. അവന് പിണങ്ങാണ് കേട്ടോ, ഞാൻ വരില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നു പറഞ്ഞിട്ട് ഒരേ പിണക്കത്തില്ല. പിന്നെ അടുത്തത് ആ ഓല എടുക്കാനായി, അത് ഞാൻ എടുക്കും നീ എടുക്കും പറഞ്ഞിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അവരടിയായിരുന്നു. പിന്നെ അവസാനം ഫൈക്കുട്ടൻ തന്നെ, അവരടി കൂടിയ ഫൈക്കുട്ടനെ അവള് ഒഴിവാക്കി കൊടുക്കും, കാരണം ഫൈക്കുട്ടൻ കുറച്ച് വില്ലനാണ്. എന്നിട്ട് ഞാൻ റോട്ടിൽ കൂടെ വരുള്ളൂ, അപ്പൊ എനിക്ക് ഓല വിറകും കൊണ്ട് കുറെ നടക്കാൻ സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ആദ്യമേ പോവുകയാണ്. പിന്നെ ഞാൻ വിളിച്ച് സമാധാനിപ്പിച്ച്, ഇത് തന്നെ വായോ, റോട്ടിൽ കൂടെ പോകണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അങ്ങനെ കുഞ്ഞു ഇക്കാനെ പിടിച്ച് കയറ്റിയാണ്. കുഞ്ഞിന് സമാധാനമില്ല. ഇപ്പൊ പിടിക്കും, ഇപ്പൊ വീഴണ്ട. കാരണം എന്താന്ന് വെച്ചാൽ കുട്ടികളുടെ മുമ്പിൽ നിന്ന് ഇക്ക സർജറി റേഡിയേഷന് കുറച്ച് ദിവസം മുമ്പ് വീട്ടിനുള്ളിൽ തന്നെ, അതായത് ചായ കുടിച്ച് നടക്കുമ്പോ ഇക്ക നല്ലൊരു വീഴ്ച വീണു. 2 കുട്ടികളായിരുന്നു കൂടെ, അവര് നല്ല വിഷമിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പോകണം. സപ്പോർട്ട് ചെയ്ത് ആരും പോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂടെ ഉണ്ടാവണം. ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം. അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.